ഇനി നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ ഷേക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി നല്ല നല്ല മധുരമുള്ള പപ്പായയാണ് എടുക്കേണ്ടത്. നമ്മളവിടെയൊക്കെ കൊപ്പക്കായ എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താണ് ഈ സംഭവത്തിന് പറയാന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പപ്പായ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അധികം മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തൊലി കളിഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 4-5 അണ്ടിപ്പരിപ്പും 4-5 ബദാമും പിന്നെ ഞാനിവിടെ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് ഒരു സ്മൂത്തിയുടെ കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന്റെ കളർ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ഷേക്ക് ഇവിടെ റെഡിയാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് നിവിക്കുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവന് നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും